നമ്മള് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചെല്ലുന്നത് ചിലപ്പോ കാണാറുണ്ട്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചെല്ലേണ്ടതുണ്ടോ അതോ അവിടെ മൗനം പാലിക്കണോ വേണ്ടത്? അതാണ് എന്റെ സംശയം. ചോദ്യകർത്താവ് ആവശ്യപ്പെട്ടത് പലപ്പോഴും ദിക്റുമായി ബന്ധപ്പെട്ട് ഉച്ചത്തിൽ ദിക്റ് ചൊല്ലി മയ്യത്ത് കൊണ്ടുപോകാൻ ചിലർ തുനിയുമ്പോൾ ചിലർ അത് പാടില്ല, പ്രകാരം ചൊല്ലപ്പെട്ടതല്ല എന്നൊക്കെ കേൾക്കാറുണ്ട്. എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം. തങ്ങളുടെ സഹാബാക്കളുടെ മയ്യത്ത് ബഖീഉൽ അർഖദിലേക്ക് കൊണ്ടുപോയ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എത്രയോ സംഭവങ്ങൾ, പക്ഷെ എവിടെയും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഉറക്കെ ചൊല്ലി കൊണ്ടുപോയതായി ഇസ്ലാമിക രേഖയിൽ എവിടെയും കാണാൻ കഴിയില്ല. എന്നാൽ ഇതിന്റെ വസ്തുത മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്കെ ദിക്ർ ചെല്ലേണ്ടതുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിഭാഗവും ഷാഫി മദ്ഹബ് ആയതുകൊണ്ട് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബല പണ്ഡിതനാണ് ഇമാം ഷാഫി കഴിഞ്ഞാൽ ഇമാം നവവി. അദ്ദേഹത്തിന് ലോക പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് അൽ അദ്കാർ. അതേപോലെ വേറെയും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അൽ അദ്കാറിൽ ഇമാം നവവി പറയുന്നത് ഏറ്റവും പ്രബലമായ സത്യസന്ധമായ ഈ വിഷയത്തിലുള്ള തീരുമാനം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ശബ്ദം ഉയർത്താതെ പോവുകയാണ് വേണ്ടത്, ശബ്ദം താഴ്ത്തുകയാണ് വേണ്ടത്. അദ്ദേഹം സുക്കൂത്ത് എന്നാ പറഞ്ഞ അസുക്കൂത്ത് ഫി ഹാലി സൈരി മഅൽ ജനാസ എന്ന, മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോവുകയാണ് വേണ്ടത്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആ മനുഷ്യൻ കടന്നു ചെല്ലുന്ന ഖബറിനെ കുറിച്ചും അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഏകാന്തതയെക്കുറിച്ചുമുള്ള ആശങ്കയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിർഭരമായ ഒരു യാത്രയുമാണ് അവിടെ നമ്മൾ അദ്ദേഹത്തോടുകൂടെ മക്ബറയിലേക്ക് നടത്തേണ്ടത്. എന്നിട്ട് മഹാനവറുകൾ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹിയുടെ പ്രഖ്യാപനം കൂടെ ആ അൽ അദ്കാറിൽ അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. മഹാനവറുകൾ പറയാണ്, എന്നാൽ ഇന്ന് സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വളരെ വലിയ ശബ്ദത്തിൽ ദിക്ർ ചൊല്ലി പോകുന്നത് കാണാറുണ്ട്. എന്നാൽ ലാ തഗ്തറ ബികസറത്തിൽ ഹാലികീൻ, നാശകാരികളായ ആളുകൾ വളരെ കൂടുതലുണ്ട് എന്നതിന്റെ പേരിൽ നീ വഞ്ചിതനായിക്കൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്കെ നീ ദിക്ർ ചെല്ലരുത് എന്ന് മഹാനായ ഇമാം നവവി ഫുളൈൽ ബിൻ ഇയാദിന്റെ പ്രഖ്യാപനം കൂടെ ആഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ഉറക്കെ ചെല്ലുക എന്നുള്ളത് തെറ്റായ നടപടിയാണ്. ഏതൊരു വിശ്വാസിയും മിണ്ടാതെ ശാന്തരായി വിതുമ്പുന്ന ഹൃദയവുമായി നിറക്കണ്ണുകളോടുകൂടെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ മക്ബറയിലേക്ക് നടന്നു നീങ്ങുകയാണ് വേണ്ടത്.